അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഇതേ കാര്യങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നേരിട്ട് തന്നെ അപേക്ഷിച്ചു കൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ ഹദീസുകളിൽ കാണാം. ആരാ ചോദിച്ചത്? നബിയുടെ സ്വഹാബാക്കൾ. ഏറ്റവും പരമമായ ലക്ഷ്യം അള്ളാഹുവിന്റെ തിരുദർശനവും ആ തിരുദർശനം നടക്കുന്ന കേന്ദ്രം സ്വർഗവുമാണല്ലോ. അപ്പോൾ സ്വർഗപ്രവേശമാണ് ഏറ്റവും വലിയ ലക്ഷ്യം. സ്വർഗപ്രവേശത്തിലെ ഏറ്റവും വലിയ ഉന്നതമായ പദവി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടാണ്. അപ്പം നബി തങ്ങളുടെ കൂട്ടായി സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന കാര്യം, അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുന്ന കാര്യം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങളുടെ സ്വഹാബാക്കൾ നബി തങ്ങളോട് നടത്തിയിരുന്നു. ഈ ചോദ്യം നടത്തിയതിന്റെ പേരും ഇസ്തിഷ്ഫാ ആണ്. ഇത് വഹാബികളും മുജാഹിദുകളും നിഷേധിക്കുന്ന പോയിന്റ് അല്ല. അങ്ങനെ ആരോപിച്ചുകൊണ്ടല്ല ഞാനിത് പറയുന്നതും. ഞാനിവിടെ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോവുകയാണ്. നബി തങ്ങളുടെ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തി ഇസ്തിഷ്ഫാ നടത്തിയത് കേൾക്കൂ. ഏറ്റവും മുന്തിയ ഒരു റിപ്പോർട്ട് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്യുന്നു. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട്. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു അബീതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആതീഹി ബിവുദൂഇഹി വഹാജതിഹി. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് രാപ്പാർക്കാറുണ്ടായിരുന്നു നബിയുടെ പരിചാരകൻ എന്ന നിലക്ക്. രാത്രിയിൽ നബിക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ്, ഉദുവെടുക്കാൻ. നബിയുടെ ചെരുപ്പ്, മിസ്വാക്ക് പോലത്തെ ഉപകരണങ്ങൾ കൊണ്ടു കൊടുക്കുന്നത് ഞാനാണ്. ഞാനൊരിക്കൽ കൊണ്ടു കൊടുത്തപ്പോ രാത്രിയുടെ കൂരിരുട്ടിൽ നബി തങ്ങൾ എഴുന്നേൽക്കുന്നത് നോക്കി തന്നെ ഉറക്കമിളച്ചുകൊണ്ട് കിടന്നിട്ട് ഞാൻ എൻ്റെ ഹബീബായ നബിക്ക് ഇത് കൊണ്ടു കൊടുക്കുമ്പോ എൻ്റെ പ്രയാസം മനസ്സിലാക്കിയ നബി തങ്ങൾ പറഞ്ഞു, സെൽ, ചോദിച്ചോ റബിയ, വേണ്ടത് ചോദിച്ചോ. സെൽന്ന് നബി തങ്ങൾ പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ചോദിക്കുക, എൻ്റെ കുട്ടിയേക്കും എനിക്കൊക്കെ സുഖമായി ജീവിക്കണേ, സുഭിക്ഷമായി കിട്ടണേ, എൻ്റെ രോഗം മാറണേ എന്നൊക്കെ ആയിരിക്കും. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മനോഗതം വേറെയാണ്. ഫഖുൽതു, സന്ദർഭം പാഴാക്കാതെ ഞാൻ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, ഞാൻ അങ്ങയോട് യാചിക്കുന്നു, മുറാഫഖതക, അങ്ങയുടെ കൂട്ടെനിക്ക് കിട്ടണം, ഫിൽ ജന്ന, സ്വർഗത്തിൽ. സ്വർഗത്തിൽ അങ്ങയുടെ കൂട്ട് കിട്ടണമെന്ന് അങ്ങയോട് യാചിക്കുന്നു, തേടുന്നു ഞാൻ. അപ്പോൾ പടച്ചോനെ, അള്ളാന്റെ ഹബീബായ നബിന്റെ കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ കടത്തണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ സ്വഹാബി വര്യൻ യാചിക്കുകയാണ്, അങ്ങയുടെ മുറാഫഖത്ത് സ്വർഗത്തിൽ തരണോൻ. ഖാൽ, നബി തങ്ങൾ പറഞ്ഞു, അവ ഗൈറ ദാലിക്, ഇതല്ലാത്തൊന്നും ചോദിക്കാല്ലേ റബിയ, കുറച്ച് സാഹസാണല്ലോ, അങ്ങേ അറ്റത്തതാണല്ലോ ചോദിച്ചത്, ഇതല്ലാത്തൊന്നും ചോദിക്കാല്ലേ. എടോ, സ്വർഗം ചോദിക്കേണ്ടത് എന്നോടല്ല. സ്വർഗത്തിൽ എൻ്റെ കൂടെ ആരെ കൂട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ല, അത് അള്ളാഹുവാണ്. അത് അള്ളാഹിനോട് ചോദിക്കേണ്ട കാര്യമാണ്. അത് എന്നോട് ചോദിക്കരുത് എന്നല്ല നബി പഠിപ്പിക്കുന്നത്. ഇത് തൗഹീദിന് വിരുദ്ധമാകുമായിരുന്നെങ്കിൽ അള്ളാഹിന്റെ റസൂൽ അത് പഠിപ്പിക്കണം. അപ്പൊ നബിയോട് സ്വർഗം ചോദിച്ചിട്ടും, സ്വർഗം മാത്രമല്ല സ്വർഗത്തിൽ നബിയുടെ മുറാഫഖത്ത് ചോദിച്ചിട്ട് നബി പറയുന്നത്, റബീആ, കുറച്ച് കടന്ന കയ്യായല്ലോ, വല്ലാത്ത ചോദ്യം, ഇതിൽ താഴെ ഒന്നുമില്ലേ? ഖുൽതു ഹുവ ദാക്, അതെന്നെ, അതിന്റെ അപ്പുറം എനിക്കൊന്നുമില്ല, അതെന്നെ കിട്ടണം, ഞാൻ വാശി പിടിച്ചു. അപ്പൊ നബി പറഞ്ഞു, ഫഅഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ഞാനത് തന്നേക്കാം, പക്ഷെ നീ കൂടി സഹകരിക്കണം, ധാരാളം നിസ്കരിച്ചിട്ട് എന്നെ അതിൽ സഹകരിക്കണം, എന്നോട് അതിൽ സഹകരിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം തേടി, സ്വർഗം മാത്രമല്ല സ്വർഗത്തിൽ നബിയുടെ മുറാഫഖത്ത് തേടിയ സ്വഹാബി ഈ ചോദിച്ച ചോദ്യത്തിന് നബിയാണ് സ്വർഗത്തിൽ കടത്തുന്നത് എന്ന് ഉത്തരം കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. നബിയാണ് നബിന്റെ കൂടെ സ്വർഗത്തിൽ കൂട്ടുന്നത് എന്ന് ഉത്തരം കൊടുത്താൽ ശരിയാവോ? ശരിയല്ല. പിന്നെ ആരാ സ്വർഗത്തിൽ കടത്തുന്ന ആൾ? അധികാരം അള്ളാഹുവിന്. നബി തങ്ങളുടെ കൂട്ട് സ്വർഗത്തിൽ കടത്തുന്നത് നൽകുന്നത് ആരാണ്? അള്ളാഹു. അള്ളാഹുവിന്റെ അധികാര പരിധിയിൽപ്പെട്ട ഈ കാര്യം, പരിധിയൊന്നുമില്ല കേട്ടോ, അള്ളാഹുവിന്റെ അധികാര പരിധിയില്ല സകല കാര്യവും. അങ്ങനത്തെ കാര്യത്തിൽപ്പെട്ട പരലോകത്ത് സ്വർഗത്തിൽ കടത്തുന്ന ഈ കാര്യം അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് നേരിട്ട് ചോദിക്കുന്നതിന്റെ പേരെന്താണ്? നബി തങ്ങളോട് ദുആ ചെയ്യാനാണെങ്കിൽ ആയിക്കോട്ടെ, ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. അല്ല, ഈശ്വരൻ എന്ന അർത്ഥത്തിൽ നബി തങ്ങളെ സങ്കല്പിച്ചിട്ടാണ് റബീഅ ഈ ചോദിക്കുന്നത്, അതാണ് പ്രാർത്ഥനയെങ്കിൽ റബീഅ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും തൗഹീദിൽ നിന്നും പുറത്തുപോയില്ലേ? അതുകൊണ്ട് റബീഅ ഈ ചോദിച്ച ചോദ്യത്തിന്റെ പേരെന്താണ്? ഇസ്തിശ്ഫാ.
അള്ളാഹുവിന്റെ റസൂലിനിക്ക് അള്ളാഹുവിങ്കലുള്ള സ്ഥാനം മാനിച്ച് അള്ളാഹു നബിക്ക് വേണ്ടി നൽകുന്നതായ അധികാരം ഉപയോഗിച്ചിട്ട് നബിനെ പ്രമാണിച്ച് നൽകുന്ന ഓശാരം പറ്റിയിട്ട് എന്നെ കടത്തണേ എന്ന് നബിനോട് ആവശ്യപ്പെടുകയും നബിന്റെ ആളായി തീർക്കണം എന്നെ എന്ന് നബിയുടെ സ്നേഹം നൽകാനും വേണ്ടിയുള്ള അപേക്ഷയാണ്. ഈ അപേക്ഷയ്ക്ക് പേര് ഇമാമുകൾ നൽകുന്നത് ഇസ്തിശ്ഫാ.